അയ്യോ കിളവി, അവള് കിളവിയാണ്. പിന്നെ ആദ്യം തന്നെ പറയാം, ഇത് ഈ സാധനങ്ങളുടെ ഒന്നും റിവ്യൂ അല്ല. മീൻസ് ഞാനിത് എങ്ങനെയുണ്ട് പൂക്കി ക്ലബ്സ് എഫക്ട്, ദിസ് ഈസ് ദ സാധനം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. സോ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. സോ അതെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണത്തില്ല. സോ നമുക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യം പറയുന്നതല്ലേ നല്ലത്. സോ തംബ്ലൈനിൽ കണ്ടതുപോലെ ആഫ്റ്റർ 30 years എന്താണ് സംഭവിക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പുരുഷന്മാർക്ക് അറിയാൻ പറയാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അറിയാവുന്ന ഡോക്ടേഴ്സിനായിരിക്കും. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഗൈസ്. കാരണം അമ്മച്ചി, തള്ളച്ചി, കിളവി, അങ്ങനത്തെ കുറച്ച് വിളികളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന എത്ര വയസ്സായി, 30 വയസ്സ് കഴിഞ്ഞ്, അതായത് 3 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തുടങ്ങും. അയ്യോ കിളവി, അവള് കിളവിയാണ് ഇല്ലേ? അതല്ലേ ഗൈസ്, അനുഭവമുള്ളവർ കാണുമല്ലോ. സോ സത്യമാണ് ഗൈസ്, കിളവികളാകും. നമ്മൾ പണ്ടുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക്, എൻ്റെ അമ്മയൊക്കെ 35 ഇയേഴ്സിലാണ്, 35ാമത്തെ വയസ്സിലാണ് അമ്മയുടെ ഫസ്റ്റ് ഡെലിവറി ഞാൻ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രായത്തോടടുക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, ചാടാൻ വയ്യ. വിവിധ തരം അസുഖങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. ഞാൻ ആ ഒഴുക്കിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വലിയൊരു കുഴിയിലേക്ക് കാലം നീട്ടി ഞാൻ നേരത്തെ കുറച്ചിരിക്കുന്നു. അത് പിന്നെ പറയാൻ പറ്റത്തില്ല ഗൈസ്, കുഴിയിലോട്ട് എടുക്കുക എന്നുള്ള സംഭവം അത് ഇപ്പം എപ്പോഴാണ് ഉണ്ടാകുന്നത്, നമുക്ക് മുന്നേ കൂട്ടി പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് വിട്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ആദ്യം തന്നെ പറയാം, ഇത് ഈ സാധനങ്ങളുടെ ഒന്നും റിവ്യൂ അല്ല. മീൻസ് ഞാനിത് ഈ സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമുണ്ടായ മാറ്റങ്ങളെ കുറിച്ചല്ല പറയാൻ വരുന്നത്. ഞാൻ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്, ഞാൻ ഇപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങി. സോ അധികം വൈകിപ്പിക്കുന്നില്ല. ഓക്കെ. സോ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പൂക്കി ക്ലബ്സ്? ഗൈസ്, ഇത് പിള്ളേരുടെയാണ് ഗൈസ്, ഞാൻ അടിച്ചു മാറ്റിയതാണ്. സോ ഗൈസ്, ദിസ് ഈസ് ദ സാധനം. ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ദൈവം ഇത്രയും നാള് ഈ കൊച്ചിനെ നേരെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് ഗൈസ്? ഇതാണ് സംഭവം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മ്യൂസിക്കാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. സോ ഗൈസ്, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ HK വൈറ്റൽ സ്കിൻ റേഡിയൻസ് കൊളാജൻ, ഇതിൽ മറൈൻ കൊളാജൻ പെപ്റ്റൈഡ്സ്, വിറ്റമിൻ C പ്ലസ് വിറ്റമിൻ E, ഹൈറലോണിക് ആസിഡ് ഫോർ യൂത്ത്ഫുൾ ആൻഡ് ഗ്ലോയി സ്കിൻ എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ്. ഇതിന് വേറെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ റിവ്യൂ, അങ്ങനെ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട്. എനിക്ക് അപ്പോഴൊന്നും ഇത് വാങ്ങണമെന്ന് തോന്നിയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് തോന്നാൻ കാരണം ഗൈസ്, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഞാൻ പനി വന്ന് ഡെത്താവേണ്ട സാഹചര്യമായെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഞാനൊരു പനി വന്നപ്പോഴത്തേക്കും ഭയങ്കര നോക്കൗട്ടായിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു, ചെക്ക് ചെയ്തു, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ 30s കഴിഞ്ഞ എല്ലാ വുമൻസിനും ഉണ്ടാവുന്ന പോലെ വിറ്റമിൻ D കുറവാണ്, തീരെ കുറവാണ്.
വിറ്റമിൻ ഡി ഇല്ല. അങ്ങനെ എനിക്ക് വിറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഒക്കെ തന്നു ഗീസ്. ഞാൻ വീക്ക്ലി വൺസ് ഇപ്പം അത് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തൊക്കെയോ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന വെച്ചിട്ട് റിവ്യൂസ് ഒക്കെ കണ്ടു വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സാധനം തന്നെയാണ്. നമ്മുടെ കൊളാജനൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, നമ്മുടെ ശരീരത്തിൽ കൊളാജൻ്റെ ലെവൽ കുറയുമ്പോഴാണ് നമുക്ക് മുടി കൊഴിച്ചിൽ, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാകും, പിന്നെ ഈ ചുളിവുകൾ വരും, മറ്റേ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, നഖം നെയിൽസൊക്കെ പൊട്ടിപ്പോവും. എനിക്ക് നെയിൽസ് പൊട്ടിപ്പോകുന്ന പരിപാടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കിങ്ങനെ കയ്യിൽ നഖം, ഇപ്പം തന്നെ നോക്കി ഇത് ഒടിഞ്ഞു പോയി, കയ്യിൽ നഖം വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഞാൻ നെയിൽസ് വളർത്തും, നെയിൽ പോളിഷ് ഇടും, പക്ഷെങ്കിൽ പൊട്ടിപ്പോവും, വളർത്തും പൊട്ടിപ്പോവും, അങ്ങനെയായിരുന്നു. ഇപ്പോഴും കുറവൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നതാണ്. ഒട്ടും കട്ടിയില്ല, നഖത്തിന് ഒട്ടും കട്ടിയില്ല, ഇങ്ങനെ ആടിയാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജിൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വാങ്ങിച്ച് കുടിക്കാം എന്ന് വിചാരിച്ചു. ഇത് കുടിക്കുകയാണ് ഗൈസ്. ഇത് ഒരു 200 ml വാട്ടറിൽ മിക്സ് ചെയ്ത് ആഹാരത്തിന് ശേഷം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊളാജൻ്റെ അളവ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. 1-2 ദിവസം കഴിച്ചതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. ഒരു 8 months 3 months ഒക്കെ കണ്ടിന്യൂസ് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം എന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിത് നാച്ചുറലായിട്ട് കൊണ്ടുവരണ്ടേ, നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാതെ നാച്ചുറലായിട്ട് കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. HK വൈറ്റൽസിൻ്റെ തന്നെയാണ്, ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് എന്ത് പറ്റിയെന്ന്. Oh my God, omega-3 guys, omega-3. ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ ഓരോ ഇത് കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ HK വൈറ്റൽസ് മാത്രമേ എനിക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞുള്ളൂ. പക്ഷെങ്കിൽ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നോടുള്ള സ്നേഹം, പ്രണയം omega-3 ആയി കാണിച്ചു തന്നതാണ്. അപ്പം omega-3 മസ്റ്റാണ് ഗൈസ്, മസ്റ്റായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. കാരണം നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് omega-3. ഇതിന് നമുക്ക് എന്തുവാ EPA, DHA അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മിനിമം സാധാരണ പറയുന്നത് 1000 ഉള്ളതാണ്, 1000 mg എങ്കിലും ഉള്ളതാണ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇത് ഒരു 600 mg ഉള്ളൂ. HK വൈറ്റൽസിൻ്റെ അഡ്വാൻസ്ഡ് omega-3 600 mg ആണ് വരുന്നത്. ഇതിൽ EPAയും DHAയും കൂടെ ചേർന്നിട്ട്. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതും നിങ്ങൾ ഡെയിലി വെയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്കിന്നിന് നന്നായിരിക്കും. നമ്മുടെ സ്കിൻ നോക്കേണ്ടത് നമ്മളല്ലേ, വേറെ ആരും നോക്കൂലല്ലോ. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, HK വൈറ്റൽസിൻ്റെ മൾട്ടി വിറ്റമിൻ പ്ലസ് വുമൺ. കാണോ ഇതാണ് മൾട്ടി വിറ്റമിൻ പ്ലസ് വുമൺ. ഇതിൽ 60 ടാബ്ലറ്റ്സ് ആണുള്ളത്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെയിം തന്നെ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി നമ്മൾ സില്ലാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ വയ്യ, പിന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ഒക്കെ തോന്നിയിട്ട് നമ്മളിങ്ങനെ ചടച്ചു കൂടി ഇങ്ങനെ ഇരിക്കത്തില്ലേ, അതൊക്കെ ഒന്ന് മാറി നമ്മൾ നല്ല ഒന്ന് ഉന്മേഷമായിട്ട് നല്ല കിടിലമായിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾ ഇത് മൂന്നും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസിൽ മൂന്നും കൂടെ ഒറ്റ നേരം കഴിക്കരുത്. രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ ആയിട്ട് പല നേരങ്ങളിലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇതൊന്നും സപ്ലിമെൻ്റ് ഒന്നും എടുക്കണമെന്നുള്ളത് മസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൽ, അതായത് നമ്മുടെ ഫുഡ് കഴിക്കുമ്പം ഈ
ഇലക്കറികൾ, ഡെയിലി മീൻ, മുട്ട, ചിക്കൻ അതൊക്കെ കഴിക്കാനുള്ള ആൾക്കാർക്ക് ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആഹാരത്തിൽ കൂടെ തന്നെ പോഷകങ്ങൾ നമുക്ക് വേണ്ട പ്രോട്ടീൻസ് എത്തിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ മത്തി വാങ്ങിച്ച് കാലം കഴിഞ്ഞു. ഞാൻ സത്യമായിട്ട് ഞാനൊന്നും ഇവിടെ വീട്ടിൽ അങ്ങനെ സ്ഥിരം മീനൊന്നും വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ല. ഇവിടെ ഉള്ളത് സാമ്പാറും അച്ചാറും ആണെങ്കിലും നമ്മൾ കഴിക്കും. പിന്നെ വല്ലപ്പോഴും അങ്ങനെ ചിക്കനോ മീനോ വാങ്ങിച്ചെങ്കിലായി. അങ്ങനെ വീട്ടിൽ അമ്മയ്ക്ക് മീനൊക്കെ വേണമെന്നുണ്ട്. പിന്നെ നമ്മളാരും കൂട്ടാത്തതുകൊണ്ട് അമ്മയും കൂട്ടുന്നില്ല. പിന്നെ അമ്മ ആയ കാലത്ത് അമ്മ നല്ല രീതിയിൽ പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് പണ്ടത്തെ രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് അവർക്ക് ഇപ്പോഴും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിങ്ങനെ മിടുമിടുക്കിയായിട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാരണം എൻ്റെ അമ്മയാണ്. എനിക്കിങ്ങനെ എൻ്റെ നഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നെങ്കിൽ അടുക്കള കയറാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഏത് പിന്നെന്താ പറയാൻ വന്നെ, അങ്ങനെ ഞാൻ വീണ്ടും യൂട്യൂബിൽ ലൈവ് ആകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ അങ്ങോട്ട് എൻ്റെ കലവില വീഡിയോസ് പലതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാനും കേൾക്കാനും ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്, വേറൊന്നുമില്ല. സോ എൻ്റെ വാട്സപ്പ് മടി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇത് മൂന്നും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഞാനും ട്രൈ ചെയ്യാത്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ആഫ്റ്റർ റിസൾട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. സോ എന്താ, ആരോഗ്യമായിരിക്കും, സന്തോഷമായിരിക്കും, ഹാപ്പി ആയിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്തും വരെ